ഒരിക്കലും ചെയ്യരുത്. കഴിഞ്ഞ 4 ദിവസം ഞാൻ അനുഭവിച്ചതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഇത് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. എന്റെ പാർട്ടിയെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ്. 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എന്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചടിച്ച്. ഇനി നിങ്ങൾ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ പാർട്ടി വിരുദ്ധനാക്കി മാറ്റുന്നത് നിങ്ങൾ ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ, എന്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. ഒരു കാരണവശാലും എന്റെ പാർട്ടിക്കെതിരായി ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയെ ഞാൻ സേവനം നടത്തിയിട്ടുള്ളത്. അത് എന്റെ പിതാവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ ടേക്കറിയുള്ളത്. പക്ഷേ ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. സ്വന്തം അപ്പനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് കേട്ട മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെന്റ് പാടില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു തരത്തിൽ ഒരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ മാറ്റണം. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ പറ്റത്തില്ല. അത് വെച്ചവർ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. അത് അവർക്കേ അറിയത്തുള്ളൂ, ചെയ്തവർക്ക് അറിയാം. എന്നെ ആരും ഒന്നും പറഞ്ഞു. എന്നെ ആരും ബന്ധപ്പെട്ടു. ഇന്നലെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ഒരു വാട്സാപ്പിലല്ല ഒരു പോസ്റ്റർ പ്രചരിക്കുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ യാത്ര നടന്നു, തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അതിപ്പം ഞാൻ ഇവിടുന്ന് വരുന്നവർ അറിയാലോ, ഞാനിവിടെ വരുന്ന അറിയാലോ. ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് എനിക്ക് പോകേണ്ടത് അറിയാലോ. അതെന്റെ സഹപ്രവർത്തകർക്ക് എന്തായാലും അറിയാം. പുതുപ്പള്ളിയിൽ എത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ചാണ്ടി മന്ത്രിയായി കാണണമെന്ന് പുതുപ്പള്ളിക്കാർക്കും ഒരുപാട് ആളുകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ പലരും നേരിട്ട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടം ആണോ ഇപ്പോൾ വരുന്നത്? ഇത് എന്റെ മണ്ഡലത്തിൽ എന്നോട് സ്നേഹമുള്ളവർ വന്നിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് വരും. കാരണം ഇന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അതിന് വരുന്നതിന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവര് വന്നാലും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ മണ്ഡലത്തിലെ എന്റെ സഹപ്രവർത്തകരാണ്, എന്റെ ജനങ്ങളാണ്. അവർക്ക് ഒരുമിച്ച് നിൽക്കാനും വരാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്.